ആദ്യമായിട്ട് സ്വന്തമായിട്ട് വാക്സ് ചെയ്യാൻ പോവാണ് വീട്ടിലിരുന്ന്. നോർമലി ഞാൻ നാട്ടിൽ വരുമ്പോൾ മാത്രമേ വാക്സ് ചെയ്യാറ്. കഴിഞ്ഞ തവണ നാട്ടിൽ വന്നപ്പോഴത്തേക്കും എനിക്ക് വാക്സ് ചെയ്ത് തരുന്ന ആ കുട്ടി ഭയങ്കര നല്ല സ്വീറ്റായിരുന്നു. അത് എൻ്റെ അടുത്ത് പറഞ്ഞു, കുറച്ച് സംഭവങ്ങളുണ്ട് അവൾ പറഞ്ഞു തരാം, അപ്പോൾ അതൊക്കെ മേടിച്ചിട്ട് എബ്രോഡ് പോയി സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നു. അങ്ങനെ മേടിച്ച ഒരു സംഭവമാണ് ബയോസോഫ്റ്റിൻ്റെ ഈ ബീഡ്സ് വാക്സ്. എൻ്റെ ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നാണ്. തൊട്ടടുത്തൂടെ പൊടി പോയാൽ കൂടി തന്നെ ചൊറി. അങ്ങനത്തെ അവസ്ഥയിലുള്ള എനിക്ക് പറ്റിയ ഒരു ടൈപ്പ് ബീഡ്സ് വാക്സ് ആയിരുന്നു അത്. അതിൻ്റെ കൂടെ ആഫ്റ്റർ വാക്സ് ലോഷനും പിന്നെ കുറച്ച് സ്പാച്ചില അങ്ങനെ പ്രത്യേകിച്ച് ബ്രാൻഡൊന്നും ഞാൻ നോക്കിയില്ല. അത് അത്ര വലിയ സീനുള്ള കാര്യമില്ലാന്ന് തോന്നി. അത് മേടിച്ചു. പിന്നെ പോൺസിൻ്റെ ഒരു പൗഡറും കൂടെ സെറ്റാക്കി. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം വാക്സ് ഹീറ്റർ. ഇതെന്ന് പറയുന്നത് ഫോൾഡബിൾ വാക്സ് ഹീറ്ററാണ്. അതാകുമ്പോഴത്തേക്കും ഭയങ്കര വെയിറ്റ് ഒന്നും ഉണ്ടാവില്ല. നമുക്ക് എവിടെ വേണോ, ട്രാവൽ ഫ്രണ്ട്ലി സാധനമാണ്. അപ്പോൾ അതും ഏകദേശം 1000 രൂപ അടുപ്പിച്ചായിരുന്നു. പക്ഷേ അതിനുള്ള വേർത്തിയാണെന്ന് തോന്നി ഈ സാധനം. കാരണം ഇവിടെയൊക്കെ എന്ന് പറയുന്നത് ഭയങ്കര റേറ്റാണ്. എനിക്ക് ആ ഒരു റേറ്റിന് എന്തായാലും വാക്സ് ചെയ്യാൻ എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമായിട്ട് തോന്നി. അങ്ങനെ അതൊക്കെ മേടിച്ച് ഞാനിവിടെ വന്ന് വാക്സ് ചെയ്യാൻ പോകുന്നതാണ് എനിക്ക് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇതിലേക്ക് നമ്മുടെ ബീഡ്സ് വാക്സ് ഇടും. എന്നിട്ട് കുറേ നേരം ആ ഒരു വാക്സ് ഉരുകാൻ വേണ്ടിയിട്ട് വെക്കുക. അത് ഏകദേശം ഒരു 15-20 മിനിറ്റ്. നിങ്ങൾ ഇടുന്ന ആ ഒരു ബീഡ്സിൻ്റെ എണ്ണം അനുസരിച്ചിരിക്കും. ഇതിപ്പോൾ ആത്തവണ ആയതുകൊണ്ട് എനിക്ക് വലിയ പിടിയൊന്നുമില്ല, എന്നാലും ആ ഒരു ഊഹത്തിൻ്റെ പുറത്ത് ചെയ്യുന്നതാണ്. എന്തായാലും സംഭവം സെറ്റായി കഴിഞ്ഞപ്പോൾ കയ്യിൽ കുറച്ച് പൗഡറൊക്കെ ഇട്ട് കയ്യിൽ ഈ പോർഷൻ ചെയ്യുന്നതാട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു പോർഷനിൽ കുറച്ച് പൗഡറൊക്കെ തട്ടി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഹെയർ കറക്റ്റായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാനാണ് സ്കിന്നിൽ നിന്ന്. അങ്ങനെയാണ് എൻ്റെ ഒരു അറിവ്. എന്തായാലും ആക്ച്വലി ഈ ഒരു കൺസിസ്റ്റൻസിയിലല്ല ചെയ്യേണ്ടത്. അത് ഞാൻ പിന്നെയാണ് മനസ്സിലാക്കിയത്. കുറച്ചുകൂടെ ഒരു കുറുകിയിരിക്കുന്ന ഫീൽ വേണം. ഞാൻ അതേപടി ആദ്യത്തെ തവണ ആയതുകൊണ്ട് ഇച്ചിരി അബദ്ധം പറ്റിയതാണ്. എന്തായാലും ഭാഗ്യത്തിന് കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഇത് പൊള്ളുന്ന തരത്തിലുള്ള ഒരു സംഭവമല്ല, അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. അങ്ങനെ ആ ഒരു ചെറിയ പോർഷൻ ഞാൻ വാക്സ് ചെയ്തു പഠിച്ചു. എന്തായാലും സംഭവം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാണാൻ പറ്റുമെന്നറിയില്ല, കുറച്ച് ഹെയർ പോയിരിക്കുന്ന കാണാം. എന്തായാലും ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ഒരു കാശ് മുടക്കിയതിൻ്റെ ആ ഒരു ഫലം ഉണ്ടെന്ന് പറയാം. എന്തായാലും അതിനുശേഷം കുറച്ച് ആഫ്റ്റർ വാക്സ് ലോഷനൊക്കെ ഇട്ട് എൻ്റെ ആദ്യത്തെ വാക്സിൻ പരിപാടി ഞാനങ്ങ് സന്തോഷമായിട്ട് തീർത്തു. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടതിന് ഒരുപാട് താങ്ക്സ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.